ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സ്കോളർഷിപ്പിന്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്കോളർഷിപ്പ് വഴി ആർക്കെല്ലാം എത്രയൊക്കെ എമൗണ്ടുകളാണ് ലഭ്യമാക്കുക, ഏതൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ, ദെൻ ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആകുന്നത്, ഏത് കോഴ്സസുകൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് നോക്കാം. ഇൻസൈറ്റ് 360യുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. നമുക്ക് എന്താണ് സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കരുത്തേകുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ AICT നടപ്പിലാക്കുന്ന ഒരു സുപ്രധാനമായ പദ്ധതിയാണ് പ്രഗതി, സക്ഷം, സ്വനാദ് സ്കോളർഷിപ്പുകൾ. ഇതെല്ലാം ഈ AICTയുടെ അണ്ടറിനകത്താണ് വരുന്നത്. ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമുകൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും പ്രത്യേക പരിഗണന അർഹിക്കാത്തവരുമായ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും വിജയകരമായിട്ടുള്ള ഒരു ഭാവി കെട്ടിപ്പടുക്കാനും ഈ പദ്ധതികൾക്ക് അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും സാങ്കേതിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക വഴി സാമൂഹിക സമത്വം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ എല്ലാം തന്നെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം തന്നെ. നിങ്ങളെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും കരിയർ ഗൈഡൻസുകൾക്കും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. പദ്ധതിയുടെ ലക്ഷ്യവും ഇതിന്റെ പൊതുയോഗ്യതയും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. AICTയുടെ 3 സ്കോളർഷിപ്പ് പദ്ധതികൾക്കും പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങളും യോഗ്യതാ മാനദണ്ഡങ്ങളും ഉണ്ട്. പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ, കോമൺ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സാങ്കേതിക വിദ്യാഭ്യാസം പിന്തുടരുന്നതിന് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവും സാമ്പത്തിക പിന്തുണയും നൽകുക, സ്ത്രീകളെ സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരിക്കുക. ഇതാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അവസരം നൽകുക എന്നുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ കാര്യമാണ്. സക്ഷം പദ്ധതിയിലൂടെയാണ് അത് നടപ്പാക്കുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്കും ധീര സൈനികരുടെ മക്കൾക്കും തുടർ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുകയാണ് സ്വനാദ് സ്കോളർഷിപ്പിലൂടെ അവർ ചെയ്യുന്നത്. ഇതിനായിട്ടുള്ള പൊതുവായിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ സ്കോളർഷിപ്പുകൾക്കും പൊതുവായിട്ട് പാലിക്കേണ്ട പ്രധാന നിബന്ധനകളാണ് ഇനി ഞാൻ താഴെ പറയാൻ പോകുന്നത്. കുടുംബ വാർഷിക വരുമാനം എന്ന് പറയുന്നത് അപേക്ഷിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള കുടുംബ വരുമാനം എന്ന് പറയുന്നത് വർഷത്തിൽ 8 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. സംസ്ഥാന, കേന്ദ്രഭരണ, പ്രാദേശിക സർക്കാർ നൽകുന്ന സാധ്യതയുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കിയിരിക്കണം. ഇനി വിദ്യാർത്ഥി AICT അംഗീകരിച്ച ഒരു സ്ഥാപനങ്ങളിലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുന്ന 1ാം വർഷത്തിലോ അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷത്തിലോ പ്രവേശനം നേടിയവരായിരിക്കണം. മറ്റ് സാമ്പത്തിക സഹായം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ പാടില്ല. അഥവാ ലഭിച്ചാൽ ആ സ്കോളർഷിപ്പ് തുക നിർത്തലാക്കുകയും അനുവദിച്ച തുക AICTക്ക് തിരികെ നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇനി സ്കോളർഷിപ്പ് തുകയും അതിൻ്റെ ആനുകൂല്യങ്ങളും ഈ 3 പദ്ധതികൾക്കും, അതായത് പ്രഗതി, സക്ഷം, നേരത്തെ പറഞ്ഞ 3 പദ്ധതികൾക്കും ഈ 3 പദ്ധതികൾക്കും അനുവദിക്കുന്ന ധനസഹായത്തിന്റെ തുക അത് ഉപയോഗിക്കാനുള്ള മാർഗരേഖകളും പൊതുവായിട്ട് ഒന്നു തന്നെയാണ്. സ്കോളർഷിപ്പിന്റെ തുക എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും പ്രതിവർഷം 50,000 രൂപയാണ് ലഭ്യമാക്കുക. ഇപ്പൊ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് 4 വർഷത്തേക്കും, ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ 4 വർഷത്തേക്കും നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 3 വർഷത്തേക്കാണ് ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷത്തേക്ക് നമുക്കത് റിന്യൂവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഫണ്ട് നമുക്ക് ലഭ്യമാക്കുന്ന ഈ ഫണ്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഈ തുക വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കോളേജ് ഫീസ്, അക്കാദമിക് ഫീസ്, അതുപോലെ പുസ്തകങ്ങൾ, നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ വാങ്ങുന്നതിനൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, കമ്പ്യൂട്ടർ, മറ്റു അനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം വാങ്ങുന്നതിന് നമുക്ക് ഈ പേയ്മെന്റ് ഉപയോഗിക്കാം. ഇനി പ്രത്യേക യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇതിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ സ്കോളർഷിപ്പ് പദ്ധതിയിലും ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിഭാഗങ്ങൾ താഴെ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രഗതി സ്കോളർഷിപ്പ് അത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ മാനദണ്ഡം AICT അംഗീകൃത സ്ഥാപനങ്ങളിലെ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയായിരിക്കണം. ഒരു കുടുംബത്തിൽ പരമാവധി 2 പെൺകുട്ടികൾ മാത്രമാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളത്. ഇനി രണ്ടാമത്താണ് സക്ഷം സ്കോളർഷിപ്പ്.
ഭിന്നശേഷിയിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ICT അംഗീകൃത കോഴ്സുകൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പ്രവേശനം നേടിയിട്ടുണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് ഒരു 40% കുറയാത്ത വൈകല്യം, അതായത് അതിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇനി അടുത്തതാണ് സ്വനാഥ സ്കോളർഷിപ്പ്. അതായത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർ, അതായത് അനാഥര്, കോവിഡ് ബാധിച്ച മാതാപിതാക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുട്ടികൾ, മാതാപിതാക്കൾ നഷ്ടമായവര്, വീരമൃത്യു മരിച്ച സൈനികരുടെ മക്കള്, എന്നിവർക്കെല്ലാം ഈ ഒരു സ്വനാഥ് സ്കോളർഷിപ്പിലൂടെ പരിഗണന ലഭിക്കും. വിദ്യാർത്ഥികൾ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടവരായിരിക്കണം. മാതാപിതാക്കളോ, രണ്ടുപേരും മരണപ്പെട്ടവരോ, അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചവരോ, സൈനികരുടെ മക്കളോ എല്ലാം ആയിരുന്നാൽ ഇവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഗുരുതര രോഗങ്ങളോ വൈകല്യമുള്ളവരുടെ മക്കൾ, ഗുരുതരമായ ജീവന് ഭീഷണിയായ രോഗങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പം ക്യാൻസർ രക്ഷിതാക്കളുടെ മക്കൾ, അല്ലെങ്കിൽ അപകടത്തിൽ ഒരു 80%-ലധികം വൈകല്യം സംഭവിച്ചവരുടെ മക്കൾക്കെല്ലാം PWD ആക്ട് പ്രകാരം നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അവർക്ക് എലിജിബിൾ ആയിരിക്കും. ഇനി സ്വനാഥ സ്കോളർഷിപ്പിന്റെ പ്രത്യേക രേഖകൾ എന്ന് പറഞ്ഞാൽ അനാഥ സർട്ടിഫിക്കറ്റ്. സ്വനാഥ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അനാഥ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ, ഇതിന്റെ ഫോർമാറ്റ് എല്ലാം നമ്മുടെ ഇൻസൈറ്റ് 360 ആപ്പിന്റെ നിങ്ങൾ സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ ടൈമിൽ നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത്. അതുപോലെ അനാഥ സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. സ്വനാഥ സ്കോളർഷിപ്പിനായിട്ടുള്ള അനാഥ സർട്ടിഫിക്കറ്റ് AICT നൽകിയിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മളത് സർട്ടിഫൈ ചെയ്ത് മേടിക്കേണ്ടതാണ്. അതിനകത്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പേരുണ്ടായിരിക്കണം. മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അതിനകത്ത് സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കാം. തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ, താലൂക്ക് തലത്തിലുള്ള അധികാരം ഉള്ള ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുക. ഇനി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണ്ട വിവരങ്ങൾ: വിദ്യാർത്ഥിയുടെ പേരുണ്ടായിരിക്കണം, ജനനതീയതി ഉണ്ടായിരിക്കണം, താമസ സ്ഥലം എവിടെയാണെന്ന് വ്യക്തമാക്കണം, അനാഥനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് മാതാപിതാക്കൾ, അച്ഛൻ, അമ്മയുടെ പേര് കൂടാതെ അവർ മരണപ്പെട്ട തീയതി എന്നിവയെല്ലാം കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. സർട്ടിഫിക്കറ്റ് നൽകുന്ന ഉദ്യോഗസ്ഥന്റെ സ്ഥാനം അല്ലെങ്കിൽ സിഗ്നേച്ചർ, ഓഫീസിന്റെ വിലാസം, റബ്ബർ സ്റ്റാമ്പ്, സീല് എന്നിവയെല്ലാം തന്നെ അതിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് AICT അംഗീകരിച്ച ഫോർമാറ്റിൽ മാത്രം ഉപയോഗിക്കണം എന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ അവർ റിജക്ഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപേക്ഷകൾ നിങ്ങൾ നടപടിക്രമങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതിന്റെ പോർട്ടലിനകത്ത് ഇൻസൈറ്റ് 360 ആപ്പ് വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് വെക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ ബാങ്ക് വിവരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, അവർ പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സുകളും, നിങ്ങളുടെ രേഖകളും ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും നിങ്ങൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഫൈനലി നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്തതിന് ശേഷം ഇവർ ഫൈനൽ വെരിഫിക്കേഷൻസ് ചോദിക്കും. വെരിഫിക്കേഷൻസ് കൊടുത്താൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന്റെ പ്രൊസീജിയറുകൾ നിങ്ങൾ കൺഫർമേഷൻസ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ മെറിറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ മെറിറ്റ് ലിസ്റ്റ് AICT തന്നെ അവരുടെ പോർട്ടലിനകത്ത് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇത് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യാം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 31 ആണ്. അതിനുള്ളിൽ തന്നെ അപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ നിൽക്കുക. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെയിറ്റ് ചെയ്യാതെ നിൽക്കുക. AICTയുടെ ഈ സ്കോളർഷിപ്പ് പദ്ധതികൾ സാങ്കേതിക വിദ്യാരംഗത്തെ തതുല്യത ഉറപ്പാക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മിസ്സിംഗ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് വഴി ഞങ്ങളെ ഫോളോ ചെയ്യുകയും ഞങ്ങളുടെ മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാവുന്നതാണ്.